അലി ഇല്ലെങ്കിൽ ഈ പടം ഉപേക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതിനെ ആസിഫ് അലി കാര്യമുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ കാര്യമുണ്ടാവും. അത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് എല്ലാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ക്ലൈമാക്സൊക്കെ ആകുമ്പോഴേ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ക്ലൈമാക്സ് സീനുകളാണെന്ന് പറയുന്നത്. ക്ലൈമാക്സ് സീനുകളാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചെന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഇതിൽ നിന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ആയാലും ശരിക്കും ക്ലൈമാക്സ് 10 മിനിറ്റ്സ് എനിക്ക് കോൺഫിഡൻസ് ട്വിസ്റ്റിൻ്റെ പെരുമഴയാണ്. പെരുമ്പഴയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സിനിമ ആവശ്യപ്പെട്ട ട്വിസ്റ്റ് എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ്. അതെ എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റുകളാണ്. നമ്മൾ ശരിക്കും ഒരു 5 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് സ്ക്രീൻ മിസ്സാകാൻ പാടില്ല സിനിമ കാണുമ്പോൾ. അത്ര എൻഗേജിങ് ആണ്. എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആസിഫിൻ്റെ പടമൊന്നും അഭിരാമിയുടെ പടമൊന്നും ചിത്രസാറിൻ്റെ പടമൊന്നും പറയാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ടോട്ടൽ ഒരു സൂപ്പർ മൂവി. ആസിഫിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ സൂപ്പറായിട്ട് ഒരു ഡയറക്ടർ തന്നെയാണ്. നമ്മുടെ പെർഫോമൻസിന് ആവറേജ് പറയത്തന്നില്ല. ഓക്കെയാണ്. നമ്മൾ കുറേ കണ്ടതന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ടുള്ള പക്ഷേ ക്ലൈമാക്സിൽ കുറച്ചൊരു കിളി പറത്തുന്ന സംഭവങ്ങളുണ്ട്. ലിസ്റ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. ലാസ്റ്റ് അത് സ്പോയിലറാണ് സംഭവം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കിട്ടില്ല. പക്ഷേ ഇടയിൽ കുറച്ച് വലിച്ചിലുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് വലിച്ചിലുണ്ട്. സെക്കൻഡ് ഹാഫ് ഓക്കെ. പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മുടെ എത്തിക്കളിലും നമ്മുടെ ദൃശ്യന്തരിക്ക് റെഡി ആയിരുന്നു. ജിത്തു ജോസഫിൻ്റെ ഒരുപാട് സിനിമ പ്രൊജക്ഷനെല്ലാം ലഭിക്കേണ്ട പാടത്തിൽ ഓക്കെ. ക്ലൈമാക്സ് അടിപൊളിയായിട്ട് ക്ലൈമാക്സ് തീരെ ജിത്തു ജോസഫ് ദൃശ്യമൊക്കെ പോലെ തന്നെ അടിപൊളിയാക്കി ക്ലൈമാക്സ് തീർന്നു കേട്ടോ. കുഴപ്പമില്ല.